ഇന്നലെ നമ്മൾ പഠിച്ചു, ജേണൽ എഴുതാൻ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് നമ്മൾ പഠിച്ചു, ഇന്നലെ ജേണൽ എഴുതാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ്ജർ ആണ്. ലെഡ്ജർ ആണ്. ഓക്കെ, ലെഡ്ജർ ക്ലാസിഫൈങ്. അപ്പോ ലെഡ്ജർ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ബുക്സ് ഓഫ് എൻട്രി എന്ന് പറയും. ബുക്സ് ഓഫ് എൻട്രി നിങ്ങൾ ആ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ബുക്സ് ഓഫ് എൻട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരുണ്ട്, സബ്സിഡിയറി ബുക്ക്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരുണ്ട്, എന്താണ്? സബ്സിഡിയറി ബുക്ക്. അതിന്റെ വേറൊരു പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതിന്റെ വേറൊരു പേരാണ് പ്രൈം ബുക്ക് ഓഫ് എൻട്രി. ആദ്യം എഴുതുന്ന ബുക്ക്. ഓക്കെ ആണോ? ആദ്യം എഴുതുന്ന ബുക്ക്. ഓക്കെ അല്ലേ? ബുക്ക് ഓഫ് എൻട്രി. ഇനി രണ്ടാമത്തത് ലെഡ്ജർ നമ്മൾ കേൾക്കുന്നുണ്ടാവും. പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജർ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇനി പ്രിൻസിപ്പൽ ബുക്ക്, അതിന്റെ ഒരു പേര് പ്രിൻസിപ്പൽ ബുക്ക്, ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ടോപ്പിക്കിൽ ഉള്ളതാണ് കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ടോപ്പിക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ അതിനകത്ത് നമ്മൾ പറയുകയാണ് ആദ്യം ബുക്ക് ഓഫ് എൻട്രി. നമുക്കൊന്ന് ബുക്ക് ഓഫ് എൻട്രിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ബുക്ക് ഓഫ് എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ബുക്ക് ഓഫ് എൻട്രി, വാട്ട് ഈസ് മീൻ ബൈ ബുക്ക് ഓഫ് എൻട്രി? എവറി ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ഇൻ എനി ഓഫ് ദ ബുക്ക് ഓഫ് എൻട്രി. എല്ലാ ട്രാൻസാക്ഷനും ഏതെങ്കിലും ഒരു ബുക്ക് ഓഫ് എൻട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സിഡിയറി ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, സ്മോൾ ബിസിനസ്സസ് ഓൺലി പ്രിപ്പയർ ജേണൽ ഓർ ക്യാഷ് ബുക്ക് ആൻഡ് ജേണൽ. ഓക്കെ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പെട്ടിക്കടകളിലൊക്കെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ജേണൽ. ഏതെങ്കിലും ഇതിൽ രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ജേണൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ലാർജർ ബിസിനസ് വേറെ ബുക്ക് ഓഫ് എൻട്രീസ് എഴുതും. ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ, ഇതുപോലെയുള്ള കുറെ ബുക്ക് ഓഫ് എൻട്രീസ് ബാക്കിയുള്ള വലിയ വലിയ എന്റർപ്രൈസസ് എഴുതുന്നുണ്ട് എന്ന് വെച്ച് ഈ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, ഇതൊന്നും ലെഡ്ജർ അല്ല കേട്ടോ. സെയിൽസ് ബുക്ക് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ബുക്ക്. ഓക്കെ, ഇനി പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസ്, നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങുന്ന പർച്ചേസുകൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സബ്സിഡിയറി ബുക്കാണ്. എന്താണ് സബ്സിഡിയറി ബുക്കും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം? സബ്സിഡിയറി ബുക്കും ലെഡ്ജറും തമ്മിൽ വ്യത്യാസമുണ്ട്. ലെഡ്ജർ എന്ന് പറയുന്നത് ഈ സബ്സിഡിയറി ബുക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്സ് ആണ്, കുറെ അക്കൗണ്ട്സ് ആണ്. അപ്പോ സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത് പ്രൈമറി ബുക്കാണ്, ജേണലിന്റെ ഒപ്പം എഴുതപ്പെടുന്ന ബുക്കാണ്. ഓക്കെ, വലിയ വലിയ സ്ഥാപനങ്ങൾ ജേണൽ അല്ലാതെ ബാക്കിയല്ല ഈ പറയപ്പെടുന്ന പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പിന്നെ ഈ പറയപ്പെടുന്ന ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് ലെഡ്ജറും സബ്സിഡിയറി ബുക്കും രണ്ടും സെയിം അല്ല. ഓക്കെ ആണോ? ഇനി അതിനകത്ത് നമുക്ക് സബ്സിഡിയറി ബുക്കിൽ തന്നെ പരിശോധിക്കാം. സബ്സിഡിയറി ബുക്കിലെ ഓരോന്നിനും നമുക്കൊന്ന് വേഗം പറഞ്ഞു പോവാം. ആദ്യം ക്യാഷ് ബുക്കിനെ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത് നോക്കാം. ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും എഴുതണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വിൽ ബി റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷിന്റെ റെസിപ്റ്റും പേയ്മെന്റും ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്യാഷ് വന്നതും ക്യാഷ് പോയതും. ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാ നമ്മൾ പറഞ്ഞത്? ക്യാഷ് വരുമ്പോൾ, ഒരു അസറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാ നമ്മൾ പറഞ്ഞത്? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ആരുമില്ല ഒരു ഉത്തരം പറയാൻ? ആരുമില്ല? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ചെയ്യണം. അപ്പോ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ അങ്ങനെ ക്യാഷിന്റെ റെസിപ്റ്റിനെയും പേയ്മെന്റിനെയും
എഴുതപ്പെടുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. റെസിപ്റ്റ് വിൽ ബി ഡെബിറ്റഡ് ആൻഡ് പേയ്മെന്റ് വിൽ ബി ക്രെഡിറ്റഡ്. ക്യാഷ് ബുക്ക് ഇറ്റ്സെൽഫ് എ ലെഡ്ജർ. ക്യാഷ് ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കുമാണ്, ഒരു ലെഡ്ജറുമാണ്. ക്യാഷ് ബുക്ക് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് ആൻഡ് ഓൾസോ എ ലെഡ്ജർ. ഓൾസോ എ ലെഡ്ജർ. ക്യാഷ് ബുക്ക് ലെഡ്ജർ ഫോമിലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങളുടെ ബുക്കിൽ പഠിക്കാൻ തന്നിട്ടുള്ള ഒരു കാര്യമാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അവര് നീട്ടി വലിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷിന്റെ റെസിപ്റ്റ്, അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ ക്യാഷ് ഉണ്ടല്ലോ, ആ ക്യാഷിന്റെ റെസിപ്റ്റും ക്യാഷിന്റെ പേയ്മെന്റും മാത്രമേ ഉള്ളൂ. ക്യാഷിന്റെ റെസിപ്റ്റ് ഡെബിറ്റ് ചെയ്യും, ക്യാഷിന്റെ പേയ്മെന്റ് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ഉണ്ടാവും. അതിൽ ഒരെണ്ണത്തിൽ ക്യാഷ് റെസിപ്റ്റ്, ഡെബിറ്റ് സൈഡിലെ ഒരെണ്ണത്തിൽ ക്യാഷ് റെസിപ്റ്റ് എഴുതും, ഒരെണ്ണത്തിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് എഴുതും. ക്രെഡിറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തേതിൽ നമ്മൾ എന്ത് എഴുതും? ക്യാഷ് പേയ്മെന്റ് എഴുതും. രണ്ടാമത്തേതിൽ ബാങ്കിൽ നിന്ന് പോയ പേയ്മെന്റ്സ് എഴുതും. അതായത് ബാങ്ക് അക്കൗണ്ടും ക്യാഷും ഒരുമിച്ച് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? 2 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. വാട്ട് ഈസ് മീൻ ബൈ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്? ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഡെബിറ്റ് സൈഡിൽ 3 എമൗണ്ട് കോളം കാണും, ക്രെഡിറ്റ് സൈഡിൽ 3 എമൗണ്ട് കോളം കാണും. അതിൽ ഓരോ കോളവും ഒന്നിൽ ക്യാഷ് ആണ്, ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റും ആണ്. ഒന്നിൽ ബാങ്ക് റെസിപ്റ്റും ബാങ്ക് പേയ്മെന്റും ആണ്. ഒന്നിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും ഡിസ്കൗണ്ട് അലൗഡും ആണ്. ഡിസ്കൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻകം, അല്ലെ? നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടി. ഞാൻ ഇവിടെയുള്ള ആർക്കെങ്കിലും പേര് ഫാത്തിമ ടി എ. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഫാത്തിമ ടി എ? കേൾക്കുന്നുണ്ടോ? ഫാത്തിമ? ഇല്ല, ഫാത്തിമ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്. ഓക്കെ, അപ്പോ ക്യാഷ് കോളം ഞാൻ ഫാത്തിമക്ക് 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഫാത്തിമ പറയുന്നത്, നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, അപ്പൊ നീ എനിക്ക് 900 തന്നാ മതി 1000-ൽ എന്ന് പറയാണ്. അപ്പൊ എനിക്ക് 1000 കൊടുക്കാനുണ്ടായിരുന്നതിൽ 100 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഇറ്റ് ഈസ് ആൻ ഇൻകം, അല്ലെ? ഇൻകത്തിന് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു? ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് വരിക. ഓക്കെ, ഇനി ട്രിപ്പിൾ കോളം, ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാം. ഞാന് 1000 രൂപ എനിക്ക് 1000 രൂപ കിട്ടാനുണ്ടായിരുന്ന ഒരാൾ, ആ 1000 രൂപ കിട്ടാനുണ്ടായിരുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, പാവം തോന്നി, ഞാൻ പറഞ്ഞു 900 രൂപ നീ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 1000 കിട്ടേണ്ടതായിരുന്നു, ഞാൻ 900 വാങ്ങിയുള്ളൂ. 100 രൂപ എനിക്ക് നഷ്ടമാണ്. എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്. എക്സ്പെൻസിനെയോ ലോസിനെയോ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ സൗണ്ട് ഓക്കെ അല്ല? ഓക്കെ ആണ്. ഫാത്തിമ ഒന്ന് ചെക്ക് ചെയ്യേ സൗണ്ട്. അപ്പോ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്. നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് ആണ്, എക്സ്പെൻസ് ആണ്. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിന്റെ തിയറി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻഡിച്ചറിന്റെ ഒക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് മേടിച്ചു തരിക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടാം കേട്ടോ. അപ്പൊ നമുക്ക് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചു, നമ്മൾ പറഞ്ഞു പോയി, പഠിച്ചില്ല, നമ്മളിപ്പോ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്ക് ആണ്. വാട്ട് ഈസ് മീൻ ബൈ പെറ്റി ക്യാഷ് ബുക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെറ്റി ക്യാഷ് ബുക്ക് എന്ന്? പെറ്റി ക്യാഷ് ബുക്ക് കേട്ടിട്ടുണ്ടോ? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്കിന് പറയുന്ന വേറൊരു പേരാണ് അനലിറ്റിക്കൽ ക്യാഷ് ബുക്ക്.
പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ക്യാഷ് ബുക്ക് record the petty or small expenses which are occurring frequently. Suppose ഒരു വലിയൊരു സ്ഥാപനമാണ്, വലിയൊരു കമ്പനിയാണ് എന്ന് വിചാരിക്കുക. ആ കമ്പനിയിൽ എന്നും ഒരു 10 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് ഉണ്ടാകും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ഈ 100 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ സ്റ്റാപ്ലർ പിന്നോ അല്ലെങ്കിൽ പേനയോ ഒക്കെ മേടിക്കാൻ ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യ ആവുമ്പോൾ ആ 10 ലക്ഷം രൂപ വീണ്ടും എണ്ണാൻ നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഓക്കെ, വീണ്ടും എണ്ണി നമ്മൾ അതിന്റെ പൈസ പിന്നെയും ടാലിയാക്കി വെക്കേണ്ടി വരും. പക്ഷെ അതിന് പകരം ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? 10 ലക്ഷം രൂപയിൽ നിന്നല്ല, അതിന്റെ വലിയൊരു ക്യാഷ് ബാലൻസിൽ നിന്ന് ഒരു 10,000 രൂപ ക്യാഷ്യറുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും അവിടെയുള്ള സ്മോൾ എക്സ്പെൻസസ് എല്ലാം നിങ്ങൾ ഈ 10,000 രൂപയിൽ നിന്ന് മീറ്റ് ചെയ്തോളുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ക്യാഷ്യർ എല്ലാ ചെലവുകളും, ചെറിയ ചെറിയ ചെലവുകൾ, അവിടെ ചായ കുടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രിന്റ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് അയക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ചെലവുകളെല്ലാം ഇതിൽ നിന്ന് മീറ്റ് ചെയ്യും. അപ്പൊ ആ 10,000 രൂപ കുറേ ദിവസത്തേക്ക് കാണും. ആ 10,000 എണ്ണിയാൽ മതി, ആ 10,000 എണ്ണി ടാലിയാക്കിയാൽ മതി, ബാക്കിയുള്ള പൈസ അവിടെ ഇരിക്കും. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അപ്പോ അങ്ങനെ ആ 10,000 രൂപയിൽ നിന്ന് ചെറിയ ചെറിയ എക്സ്പെൻസുകളായിട്ട് 3,000 റുപ്പീസ് തീർന്നു എന്ന് വിചാരിക്കുക. അപ്പൊ പെറ്റി ക്യാഷ് ബാലൻസ് എത്ര ഉണ്ടാവും? 7,000 ഉണ്ടാവും. അപ്പൊ ആ 7,000 രൂപ വീണ്ടും 10,000ത്തിലേക്ക് റീഫില്ല് ചെയ്യും. അതായത് മാക്സിമം പെറ്റി ക്യാഷ് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ആ 10,000ത്തിലേക്ക് റീഫില്ല് ചെയ്യും. ആ റീഫില്ല് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ആ റീഫില്ല് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്ക് വീണ്ടും നോക്കാം. പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ദ പേയ്മെന്റ് സൈഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു വേരിയസ് എക്സ്പെൻസ് കോളംസ് ലൈക്ക് പോസ്റ്റേജ്, റിപ്പയർ, ട്രാവലിംഗ്, പ്രിന്റിംഗ്, വേജസ് എക്സെട്ര. അതായത് അതിന്റെ പേയ്മെന്റ് സൈഡിൽ അതിന് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും ഇല്ല. ഒരു റെസിപ്റ്റ് കോളം ഉണ്ട്, ഒരു പേയ്മെന്റ് കോളം ഉണ്ട്. എന്നിട്ട് ആ പേയ്മെന്റ് കോളത്തിന്റെ റൈറ്റ് സൈഡില് കുറെ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് റെഗുലർ ആയിട്ട് ഇൻക്വർ ആവുന്നത്, ആ എക്സ്പെൻസുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ കോളത്തിലേക്ക് ആ പേയ്മെന്റ് ഏതാണെന്ന് വെച്ച് അലോക്കേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, അപ്പോ അതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. റെസിപ്റ്റ് വിൽ ബി ഫ്രം മെയിൻ ക്യാഷ് ബുക്ക്. അവിടെ റെസിപ്റ്റ് എവിടെ നിന്നാ കിട്ടുക? ആ വലിയൊരു പൈസ എന്നാണ് കിട്ടുക അല്ലെ. മെയിൻ ക്യാഷ് ബുക്കിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് 10,000 രൂപ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് വെക്കുക. അപ്പൊ റെസിപ്റ്റ് എവിടെ നിന്നാണ് കിട്ടുക? മെയിൻ ക്യാഷ് ബുക്കിൽ നിന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. An amount is fixed which is given to petty cashier who meets expense out of it, and periodically or when the amount is spent he retakes reimbursement from the main cashier. അതായത് 3,000 രൂപ തീർന്നു. അപ്പോ 3,000 രൂപ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ പെറ്റി ക്യാഷ് പിടിക്കുന്ന ആള് മെയിൻ ക്യാഷിയർ എടുത്ത് പറഞ്ഞു, എടാ എന്റെ കയ്യിലിരിക്കുന്ന 10,000 രൂപയിൽ 3,000 രൂപ തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 10 ലക്ഷം രൂപയിൽ നിന്ന് വീണ്ടും 3,000 രൂപ എടുത്ത് വീശും. അപ്പൊ വീണ്ടും അയാളുടെ കയ്യിലിരിക്കുന്ന ബാലൻസ് എത്രയായി? 10,000 രൂപയായി. അങ്ങനെ പീരിയോഡിക്കലി റീഫില്ല് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ ആണോ? ഞാൻ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ് എന്ന് ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇംപ്രസ്ഡ് സിസ്റ്റം നിങ്ങൾക്ക് തിയറി ചോദിക്കുന്ന കൂട്ടത്തിൽ എവിടെയോ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇന്ന് വേറൊരു കേസ് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾക്കൊരു 7:50 വരെ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. വേറൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് 7:50 വരെയാണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. നാളെ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സമയം കളയാതെ നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് പോവാം. ബാക്കിയുള്ള നമുക്ക് തീർക്കാൻ പറ്റുന്ന അത്രയും തീർക്കാം. എത്രയും നേരത്തെ നമുക്ക് തീർക്കുകയും ചെയ്യണം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 2 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ബുക്കൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വരയ്ക്കാം. എന്താ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. എന്താ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞില്ല അല്ലെ. എന്താ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ഷാ സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഞാൻ എന്റെ ഒരു ബിസിനസ് തുടങ്ങി.
Okay, on 1st July 2021. Of this, he pays 9,000 with 10,000 on 1st July 2021. Of this, he pays 9,000 into his bank account. His transaction for the first week where? Okay ആണല്ലോ, ഈ ട്രാൻസാക്ഷൻസ് ആണ്, അയാളുടെ ഫസ്റ്റ് വീക്കിലെ ട്രാൻസാക്ഷൻ ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് വരയ്ക്കണം. ഓക്കെ, ക്യാഷ് ബുക്ക് വരയ്ക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ക്യാഷ് ബുക്ക് വരയ്ക്കാം. നമുക്ക് ക്യാഷ് ബുക്ക് വരയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. നോട്ടിൽ ഒരു ടേബിൾ ഒക്കെ വരയ്ക്കുക. എങ്ങനെയാണ് ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടത്? ഒരു ഡെബിറ്റ് സൈഡ് വേണം. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം വേണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം, എമൗണ്ട് കോളം വേണം. ഇനി ക്രെഡിറ്റ് സൈഡില് ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ഓക്കെ ആണോ? വരച്ചോ? നിങ്ങൾ വരച്ചോ? വരച്ചു. നിങ്ങൾ വരച്ചു. അപ്പോ നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ എൻട്രി നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ എൻട്രി എന്താണ്? 10,000 രൂപ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 10,000 രൂപയ്ക്ക് ഷാ ബിസിനസ് തുടങ്ങി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിസിനസ്സിൽ ആദ്യം വരുന്ന ക്യാഷ് ഏതാണ്? ഷാ കൊണ്ടുവന്ന ക്യാഷ് ആണ്, അല്ലെ? ക്യാപിറ്റൽ ആണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ബിസിനസ്സിൽ ക്യാഷ് വന്നു. എങ്ങനെയാണ്? ടു ക്യാപിറ്റൽ. നമുക്ക് ആദ്യം ജേണൽ എൻട്രി എഴുതാം. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ 10,000. ഓക്കെ, ആദ്യത്തെ എൻട്രി മാത്രം ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എൻട്രി ഒക്കെ നമുക്ക് ക്യാഷ് വന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും, പോയതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അപ്പോ ഷാ ക്യാഷ് കൊണ്ടുവന്നു, അല്ലെ? ഷാ ക്യാഷ് കൊണ്ടുവന്നില്ലേ? ജൂലൈ 1 ഡേറ്റ് ഒക്കെ കൊടുത്തു. ഡേറ്റ് കൊടുത്തു. ക്യാഷ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എത്ര വരണം? 10,000 രൂപ വരണം. അതായത് ക്യാഷ് 10,000 വന്നു. എങ്ങനെയാ വന്നത്? ഷാ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാരണം. അതായത് എങ്ങനെയാ വന്നത്? ടു ക്യാപിറ്റൽ വന്ന കാരണമാണ് ക്യാഷ് വന്നത്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 10,000 വരാൻ കാരണം ആരാണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ ആയോ? പറഞ്ഞത് കറക്റ്റ് ആണോ? ഓക്കെ ആണോ? പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായി. ഇനി അടുത്തത് ഷാ കൊണ്ടുവന്ന 10,000 രൂപയിൽ 9,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. 9,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ ഈ 10,000-ൽ നിന്ന് 9,000 രൂപ പോയി, അല്ലെ? 9,000 പോയി. പോകുന്ന പൈസ നമ്മൾ എവിടെ എഴുതുന്നത്? ക്രെഡിറ്റിലാണ് എഴുതുക. പൈസ പോകുന്നതിനെ ക്രെഡിറ്റിലാണ് എഴുതുക. അസറ്റ് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക, അല്ലെ? ക്യാഷ് കുറഞ്ഞു. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബൈ ബാങ്ക്. ആര് കാരണമാണ്? ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടത് കാരണമാണ്. ബൈ ബാങ്ക് 9,000. ഓക്കെ ആണോ? ബൈ ബാങ്ക് 9,000. ഓക്കെ ആണോ? ഇനി അടുത്തത് ജൂലൈ 1 തന്നെ എന്താ ചെയ്യേണ്ടത്? പർച്ചേസ്ഡ് സ്റ്റേഷനറി വാങ്ങി എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തു. പേയ്മെന്റ് ആണല്ലേ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാ. എത്രയാണ് എമൗണ്ട് വന്നത്? 40 രൂപയാണ് എമൗണ്ട് വന്നത്. എന്തുകൊണ്ടാ എമൗണ്ട് വന്നത്? ബൈ സ്റ്റേഷനറി. ഓക്കെ ആണോ? അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ജൂലൈ 2 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വാങ്ങി എന്ന് പറയുമ്പോൾ എന്താണ് ജേണൽ എൻട്രിയിൽ വരേണ്ടതെന്നാ പറഞ്ഞത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അല്ലെ? ക്യാഷ് കൊടുത്തു, ഗുഡ്സ് വാങ്ങി. പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കൂടി, അല്ലെ? അപ്പോ എന്താണ്? പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് കുറയുകയാണ് ചെയ്തത്, അല്ലെ? ക്യാഷ് പോയി, അസറ്റ് കുറഞ്ഞു. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 650 രൂപ. എന്ത് കാരണമാണ്? ബൈ പർച്ചേസ്. ഓക്കെ ആണോ പിള്ളേരെ? ഓക്കെ ആണ്. അടുത്തത്
ജൂലൈ 2-ന് തന്നെ ജൂലൈ 2 ഇയാള് ഓടി നടന്ന് പർച്ചേസ് ചെയ്യാണ്. ടേബിൾ വാങ്ങി. പർച്ചേസ്ഡ് ടേബിൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസറ്റ് അല്ലെ? അസറ്റ് പർച്ചേസ് ആണത്. അസറ്റ് പർച്ചേസ് ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിന്റെ പേരെന്താണ്? ടേബിൾ എന്താണ്? അപ്പോ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ടേബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അപ്പോ അല്ലെ, ക്യാഷ് പോവാൻ കാരണം എന്താ? എത്ര രൂപയാ പോയത്? 200 രൂപയാണ് പോയത്. എന്താ കാരണം? ബൈ ടേബിൾ അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങിയ വകയിൽ 200 രൂപ പോയി. ഓക്കെ അല്ലേ? ഇനി ക്യാഷ് സെയിൽസ് ക്യാഷിന് സാധനം കൊടുത്തു. എന്താ എൻട്രി വരാ? ക്യാഷ് കിട്ടിയില്ലേ? ക്യാഷ് കിട്ടിയപ്പോ സെയിൽ ചെയ്തു. എത്ര രൂപ ക്യാഷ് കിട്ടി? 150 രൂപ ക്യാഷ് കിട്ടി. എങ്ങനെയാണ്? ടു സെയിൽസ്. ഓക്കെ ആണോ? സെയിൽ ചെയ്ത കാരണം ക്യാഷ് കിട്ടി. അറിയോ? ഓക്കെ ആണോ? ഇനി അടുത്തത് റിസീവ്ഡ് അഡ്വാൻസ് ഫ്രം ഗോപാലിന് സാധനം ഒന്നും കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് എന്ത് ചെയ്തു? ഗോപാലിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചു. എന്ത് മേടിച്ചു കഴിഞ്ഞാലും എന്ത് കിട്ടി? പൈസ കിട്ടിയില്ലേ? എത്ര രൂപ കിട്ടിയത്? ഡേറ്റ് എന്നാണ്? ജൂലൈ 3. എത്ര രൂപ കിട്ടിയത്? 300 രൂപ കിട്ടി. ടു ഗോപാൽ അഡ്വാൻസ് ആണ് അല്ലെ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗോപാലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഗോപാൽ ഇനിയിപ്പോ ലയബിലിറ്റി ആയി. ഇനി സാധനം കൊടുത്തില്ലെങ്കിൽ ഗോപാൽ എന്ത് ചെയ്യും? തലയ്ക്ക് നോക്കി ഇടിക്കും അല്ലെ? അല്ലെങ്കിൽ ഗോപാൽ നമുക്ക് തലവേദനയാവും. ഓക്കെ. അപ്പൊ 200 സോറി 200 ആണ് കേട്ടോ. 200 ആണ്. ഓക്കെ, 200. ഓക്കെ ആണല്ലോ? ഇനി പെയ്ഡ് ടു ബാദ്ഷാ. ഓക്കെ, ജൂലൈ 4-ന് ബാദ്ഷാക്ക് ചുമ്മാ ഇരുന്നപ്പോ പൈസ കൊടുത്തു. ഓക്കെ, അപ്പോ എന്താണ് ജേണൽ എൻട്രി വരാ? ക്യാഷ് പോയി. അപ്പോ ബാദ്ഷാ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, ബൈ ബാദ്ഷാ എത്രയാണ്? 140, 140. ഓക്കെ, ക്യാഷ് പോയപ്പോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ആർക്കാ കൊടുത്തത്? ബാദ്ഷാക്ക്. ഓക്കെ. ഇനി അടുത്തത് പെയ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റിന് പൈസ കൊടുത്തു. ജൂലൈ 5-ന്. എന്താ ജേണൽ എൻട്രി വരാ? അഡ്വർടൈസ്മെന്റ് ഈസ് ആൻ എക്സ്പെൻസ് അല്ലെ? അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, അപ്പൊ ക്യാഷ് പോയി. എത്ര രൂപ പോയി? 130 രൂപ പോയി. ക്യാഷ് എത്ര പോയി? 130 രൂപ പോയി. എന്തുകൊണ്ടാ? ബൈ അഡ്വർടൈസ്മെന്റ്. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണോ? ഇനി ക്യാഷ് സെയിൽസ് നമ്മൾ മേളിൽ എഴുതിയായിരുന്നു. ക്യാഷ് കിട്ടി, സെയിൽ നടന്നു. എന്താ ജേണൽ എൻട്രി വരാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ലെ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ക്യാഷ് വന്നു. എത്രയാണോ വന്നത്? 260 രൂപ. ഓക്കെ അല്ലേ? ഇനി പർച്ചേസ്ഡ് ഓൾഡ് ടൈപ്പ്റൈറ്റർ വാങ്ങി. അപ്പോ എന്ത് ചെയ്യും? ടൈപ്പ്റൈറ്റർ വാങ്ങി അല്ലെ? ടൈപ്പ്റൈറ്റർ വാങ്ങിയപ്പോൾ എന്ത് പറ്റി? ക്യാഷ് കുറഞ്ഞു അല്ലെ? ഓൾഡ് ടൈപ്പ്റൈറ്റർ ആണ് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന അസറ്റ് ആണ് അല്ലെ? അപ്പൊ ടൈപ്പ്റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പോ എന്ത് എഴുതണം? ബൈ ടൈപ്പ്റൈറ്റർ. നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്നല്ലോ, അപ്പൊ അസറ്റ് ആണ് കേട്ടോ. അപ്പോ 360. ഓക്കെ ആണല്ലോ? നമ്മളുടെ തീർന്നല്ലോ. ക്യാഷ് ബുക്ക് വരച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കണം. ആദ്യം ഏത് സൈഡാണ് കൂടുതൽ എന്ന് നോക്കണം. ഏത് സൈഡാ കൂടുതൽ എന്ന് നോക്കി. ഡെബിറ്റ് സൈഡിൽ എത്രയുണ്ട്? 10,610. ക്രെഡിറ്റ് സൈഡിലോ? 10,520. ഓക്കെ, $10,610 അല്ലെ? 10,610 ആണ്. ക്രെഡിറ്റ് സൈഡിൽ എത്രയുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ 10,520 അല്ലേ പറഞ്ഞേ? 10,520 അല്ലേ പറഞ്ഞേ? ആണോ?
യെസ്, 10,520 പറഞ്ഞത്. ഓക്കെ, അപ്പൊ 10,520 ആണെങ്കിൽ ഒരു ക്യാഷ് ബുക്കോ ഒരു ലെഡ്ജറോ എപ്പോഴും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടാലി ആയിരിക്കണം, അല്ലെങ്കിൽ ടോട്ടൽ എപ്പോഴും നമ്മൾ സെയിം ആക്കി വെക്കണം. അപ്പൊ 10,520 ഇവിടെ ഉണ്ട്, എത്ര കൂടി വന്നു കഴിഞ്ഞാൽ ടാലി ആവും? ഒരു 90 രൂപ കൂടി, ഒരു 90 കൂടി വന്നു കഴിഞ്ഞാൽ ടാലി ആവില്ലേ? അപ്പൊ 10,610 എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇനി ആ 90 അവിടെ എഴുതിയിട്ട് ആ 90ന് ബൈ ബാലൻസ് എന്ന് എഴുതി വെക്കണം. ആ 90ന് എന്തെന്ന് എഴുതി വെക്കണം? ബൈ ബാലൻസ് എന്ന് എഴുതി വെക്കണം. ബൈ ബാലൻസ് ക്യാരി ഡൗണിലും ബ്രോഡ് ഡൗണിലും ഒന്നും ഒരു കാര്യമല്ല, നിങ്ങൾ ബൈ ബാലൻസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ബൈ ക്ലോസിംഗ് ബാലൻസ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, നിങ്ങൾക്ക് അതിനകത്ത് സംശയമുള്ളവര് നിങ്ങൾ ബൈ ബാലൻസ് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ ബൈ ബാലൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ഇനി ക്ലോസിംഗിൽ എത്രയുണ്ട്, ഇനി ക്ലോസിംഗിൽ എത്രയുണ്ട് എന്നുള്ളതാണ്. 90 രൂപ ഇനി ബാലൻസ് ഉണ്ട് ക്യാഷ് ആയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു പീരീഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 90 രൂപ കയ്യിലുണ്ട്. ഓക്കെ, അതായത് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കുറവായതുകൊണ്ട് ബാലൻസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. അറിയോ? ഓക്കെ, അറിയോ? ഓക്കെ, ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, പറയും. ആ റിയാക്ഷൻ ഒക്കെ ഇട്ട് വിട്. ഓക്കെ ആണ്. ആ, എല്ലാവരും ഓക്കെ ആണ്. അപ്പോ ആ അപ്പോ 90 രൂപ ബാലൻസ് ഉണ്ട് അല്ലെ? ഇനി അടുത്ത പീരീഡിൽ നമ്മൾ ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രൂപ ബാലൻസ് ഉണ്ട്? 90 രൂപയുണ്ട്. ആ 90 രൂപയിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അടുത്ത പീരീഡിൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ അടുത്ത പീരീഡിലെ ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ആ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ 90 കാണിക്കണം. ഓക്കെ, അസറ്റ് ആണല്ലോ, അസറ്റിന്റെ ബാലൻസ് എവിടെയാണ്? അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരാ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? 90 കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ വേണം തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തു തുടങ്ങണം. ഓക്കെ, ഇതാണ് ക്യാഷ് ബുക്കിന്റെ അല്ലെങ്കിൽ ലെഡ്ജറിന്റെ പോസ്റ്റിംഗിൽ വരുന്നത്. നമ്മളിപ്പോ ക്യാഷ് ബുക്ക് ആണ് സംസാരിച്ചത്. ലെഡ്ജർ നമുക്ക് പിന്നെയും സംസാരിക്കാം, ഇനിയും നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോവാണ്. അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ത് വരയ്ക്കാനാണെന്ന് നോക്കിയേ? ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാനാണ്. ഓക്കെ, എന്ത് വരയ്ക്കാനാണ്? ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാനാണ്. ഓക്കെ, ഇതൊന്ന് മാച്ച് കളഞ്ഞോട്ടെ കേട്ടോ. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാനാണ്. അപ്പോൾ പ്രിപ്പയർ ആയിക്കോ. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാൻ നിങ്ങൾ എൻ്റെ ഈ വരയൊക്കെ മാച്ച് ചെയ്യുമ്പോഴത്തേക്കും കോളം ഒക്കെ വരച്ചു വെച്ചോ. എത്ര കോളം വേണം ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്? ഡെബിറ്റിൽ 3 എമൗണ്ട് കോളം വേണം, ക്രെഡിറ്റിൽ 3 എമൗണ്ട് കോളം വേണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു ചെറിയ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, ചെറിയ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങാം ഒരു ചെറിയ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോ സോറി, ഒരു കോൾ വന്നാണ്. അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. 3 കോളം ഡെബിറ്റ് സൈഡിൽ വേണം, 3 കോളം ക്രെഡിറ്റ് സൈഡിൽ വേണം. ഓക്കെ, 3 കോളം ഡെബിറ്റ് സൈഡിൽ വേണം, 3 കോളം എവിടെ വേണം? ക്രെഡിറ്റ് സൈഡിലും വേണം. ഓക്കെ ആണല്ലോ? ഞാൻ ഡേറ്റ് എഴുതുന്നില്ല, നിങ്ങൾക്ക് ഡേറ്റ് കോളം വേണം കേട്ടോ. ഇവിടെ എൻ്റെ ക്യാഷ് ബാങ്ക് ഡിസ്കൗണ്ട്, ക്യാഷ് ബാങ്ക് ഡിസ്കൗണ്ട്. ഓക്കെ, ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് എങ്ങനെയാ? സെപ്റ്റംബർ 1 ക്യാഷ് ബാലൻസ് ഉണ്ട്, ക്യാഷ് ബാലൻസ് ഉണ്ട്, ക്യാഷ് ബാലൻസ് ഉണ്ട്. ക്യാഷ് ബാലൻസ് എന്ന് വെച്ചാൽ അസറ്റ് ആണ് അല്ലെ? അസറ്റ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്.
അസറ്റ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്ക് എഴുതാം ക്യാഷിന്റെ ടു ബാലൻസ് ക്യാഷിന് എത്രയാണ് ബാലൻസ്? 1700 ആണ്. ക്യാഷിന് എത്രയാണ് ബാലൻസ്? 1700 ആണ്. ഓക്കെ, ബാങ്കിന്റെ ബാലൻസിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാങ്കിന് നമ്മൾ പൈസ കൊടുക്കാനുള്ളത് പോലെയാണ് നിൽക്കുന്നത്. നമ്മൾ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്തു, കുറെ പൈസ, ബാങ്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ വിഡ്രോ ചെയ്തു. ഓവർ ഡ്രോൺ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഓവർ ഡ്രോൺ, ബാങ്കിൽ നമ്മൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ അതിന് എന്ത് ബാലൻസ് ആണ്? നെഗറ്റീവ് ബാലൻസ് ആണ്. നമ്മളുടെ പൈസ ബാങ്കിൽ കിടക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡെബിറ്റ് ബാലൻസ്, അല്ലെങ്കിൽ അസറ്റ് ആണ്. നമ്മൾ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുകയാണ് കൂടുതലായിട്ട് എങ്കിൽ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ബാലൻസ്, ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ലയബിലിറ്റി ആണ്, ബൈ ബാലൻസ് ആണ്. 5600 ആണ്. പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ ഇനി റിസീവ്ഡ് ഫ്രം ഫാത്തിമ ക്യാഷ് ₹750 ആൻഡ് ചെക്ക് ₹860 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ₹1650. ഓക്കെ, 1650 രൂപ കിട്ടേണ്ട ഫാത്തിമയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടി? 750 രൂപ ക്യാഷ് കിട്ടി. അപ്പോ ബൈ ആരാണ്? ഫാത്തിമ എന്ത് തന്നു? ക്യാഷ് 750 തന്നു. ക്യാഷ് വന്നു. ചെക്ക് തന്നത് എവിടെയാണ് വരുന്നത്? ബാങ്കിലാണ് വരിക. അപ്പൊ ബാങ്കില് എന്ത് ചെയ്തു? ഫാത്തിമ തന്ന പൈസ വന്നു. ഓക്കെ, അപ്പൊ എത്ര രൂപ ഇപ്പൊ തന്നു? നിലവിൽ 750 രൂപയും തന്നു, 860 രൂപയും തന്നു. മൊത്തം 1610 രൂപ തന്നു അല്ലെ? അപ്പൊ ഫാത്തിമ 1650 രൂപ തരാനുണ്ടായിരുന്നു അല്ലെ? അപ്പോ 40 രൂപ ഫാത്തിമ ഇനി തരില്ലെന്ന് പറഞ്ഞു. ഫുൾ സെറ്റിൽമെന്റിലാണ് ഇത്രയും പൈസ തന്നിരിക്കുന്നത്. ആ 40 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ആണ്, നമ്മളുടെ എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി അടുത്തത് പെയ്ഡ് ഓഫീസ് റെന്റ് ബൈ ചെക്ക്. ഓഫീസ് റെന്റ് ചെക്ക് ആയിട്ട് കൊടുത്തു. അതായത് ഓഫീസ് റെന്റിന്റെ പൈസ പോയി. ബൈ റെന്റ് കൊടുത്തു. എത്ര രൂപയാണ്? 500 രൂപ ചെക്കായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നാണ് പോകുന്നത്. ഇനി പെയ്ഡ് വേജസ് ഇൻ ക്യാഷ്, വേജസ് ക്യാഷ് ആയിട്ട് കൊടുത്തു. ബൈ വേജസ് എത്രയാണ്? 250 ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 250. ഓക്കെ, ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1500 ആൻഡ് റിസീവ്ഡ് ഹാഫ് ബൈ ക്യാഷ് ആൻഡ് ബാലൻസ് ബൈ ചെക്ക്. അതായത് അപ്പൊ തന്നെ പൈസ തരാമെന്നുള്ള രീതിയിൽ ഒരാൾക്ക് ഗുഡ്സ് സെല് ചെയ്തു. 1500 രൂപയാണ് ഗുഡ്സ് സെല് ചെയ്തപ്പോൾ കിട്ടിയത്. അതിൽ പകുതി പൈസ ക്യാഷ് കിട്ടി, അതായത് 750 രൂപ ക്യാഷ് കിട്ടി, 750 രൂപ ചെക്ക് തന്നു, ബാങ്കിൽ കൊണ്ടുപോയി മാറിക്കോളാൻ പറഞ്ഞു. അപ്പോ ടു സെയിൽസ് ക്യാഷ് വരുവാണ് ചെയ്തത്. ടു സെയിൽസ് 750 അക്കൗണ്ടിൽ കിട്ടി, 750 ക്യാഷ് ആയിട്ടും കിട്ടി. ഓക്കെ. ഇനി അടുത്തത് ബാങ്ക് ഹാസ് കളക്റ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ബാങ്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തു. നമ്മളുടെ ഇൻകം ആണ് അല്ലെ? ബാങ്കിൽ പൈസ വരികയാണ് ചെയ്യുക. ബാങ്കിൽ പൈസ വരുമ്പോൾ എന്ത് ചെയ്യണം? ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 660. ബാങ്കിലാണ് പൈസ വന്നത്, ബാങ്കിൽ ഡെബിറ്റ് ചെയ്തു. പൈസ വന്നതിനെയൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ട്രാൻസ്ഫേർഡ് 3000 ഫ്രം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ടു കറന്റ് അക്കൗണ്ട്. ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഈ ബുക്കിലൊന്നും ഇല്ല, അത് അസറ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഈ നമ്മൾ പറയപ്പെട്ട ഈ ഓഡി അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ കറന്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു. എത്ര രൂപ? 3000. അപ്പോ ഈ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കൂടി. അപ്പോ ടു എഫ് ഡി എത്രയാണ്? 3000 രൂപ. എഫ് ഡി മാറി ഈ കറന്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടു പൈസ. ഓക്കെ, അടുത്തത് ഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ക്യാഷ് ₹250 ആൻഡ് ചെക്ക് ₹375. പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷ് എടുത്തുകൊണ്ടുപോയി. എന്താണ് പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ? ഡ്രോയിങ്സ് അല്ലെ? ബൈ
ഡ്രോവിങ്സ് ക്യാഷ് എത്രയാണ്? 250 ആണ്. ചെക്ക് എത്രയാണ്? 375 ആണ്. ചെക്ക് എത്രയാണ്? 375 ആണ്. ഇനി മെയ്ഡ് ക്യാഷ് പർച്ചേസ് ആൻഡ് പെയ്ഡ് ചെക്ക് ₹1595. ബൈ പർച്ചേസ് ആണ് നടന്നത് അല്ലേ? എത്രയാണ് എമൗണ്ട്? 1595 ആണ് എമൗണ്ട്. എവിടെ നിന്നാ കൊടുത്തത്? ബാങ്കിൽ നിന്നാണ്. ചെക്ക് കൊടുത്തു, ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. ഓക്കെ. ഇനി പെയ്ഡ് അർജുൻ ₹800 ബൈ ചെക്ക്. അർജുന് 800 രൂപ ചെക്ക് കൊടുത്തു. ബൈ അർജുൻ ആർക്കാണ് കൊടുത്തത്? അർജുനാണ് കൊടുത്തത്. എത്രയാണ് കൊടുത്തത്? 800 രൂപയാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് എന്തുള്ളത്? ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാം, ഒന്ന് ടാലി ചെയ്ത് നോക്കാം. നമുക്ക് നമ്മളുടെ ബുക്ക് ഒന്ന് ടാലി ചെയ്യാം. ആദ്യം നമുക്ക് ക്യാഷ് കോളം ടാലി ചെയ്യാം. ക്യാഷ് കോളത്തിൽ എത്ര രൂപ റിസീവ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് ബാലൻസ്? ഡെബിറ്റ് സൈഡിൽ എത്രയുണ്ട്? 1700 750 3200 രൂപയുണ്ട്. 3200 റുപ്പീസ് ഉണ്ട്. 3200 റുപ്പീസ് ഉണ്ട്. ഇവിടെ എത്ര ഉള്ളൂ? അപ്പുറത്തെ സൈഡില് 500 ഉള്ളൂ അല്ലെ? 500 ഉള്ളൂ. അപ്പൊ 2700 ഏറ്റവും താഴെ 2700 ആണ് ബാലൻസ് വരണം. 2700 കൂടി കാണണം വേണ്ടേ? അതിനെന്തെന്നാ പറയാ? ബൈ ബാലൻസ് എന്നാ പറയാ. ക്യാഷ് ബുക്ക് നമ്മൾ ടാലി ചെയ്തു. ബൈ ബാലൻസ് ഓക്കെ ആണോ? ബൈ ബാലൻസ് ഓക്കെ ആണോ? ഇനി അടുത്തത് ബാങ്ക് ബുക്ക് നമുക്ക് ടാലി ചെയ്ത് നോക്കാം. ബാങ്ക് ബുക്കിന്റെ ഏത് സൈഡാണ് കൂടുതൽ നമുക്ക് നോക്കാം. ഏത് സൈഡാ കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. എത്രയുണ്ട് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ? 8870 അല്ലെ? 8870 അല്ലെ? 8870. ഈ 8870 അപ്പുറം എത്രയുണ്ട്? 5270 ഉള്ളൂ. അപ്പൊ എത്ര കൂടി വേണം? എത്ര കൂടി വേണം? 3600 ആണോ? 3600. 3600 ആണ്. 3600 ആണ്. അതാണ് എന്ത്? ടു ബാലൻസ്. അതായത് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. വീണ്ടും നമ്മൾ ബാങ്കിൽ നിന്ന് കൂടുതൽ പൈസ എടുത്തേക്കാണ്. എത്ര രൂപ? 3600 രൂപ ഇപ്പൊ ബാങ്കിന്റെ പൈസ നമ്മളുടെ കയ്യിലാണ്. ഓക്കെ. ഇനി ഡിസ്കൗണ്ട് കോളത്തിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ അല്ലെ? 40 ഡെബിറ്റ് സൈഡിലുണ്ട്. 40 തന്നെ ക്രെഡിറ്റ് സൈഡിലും വരണം. ആ ഡിസ്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് നിൽക്കില്ല. അത് എങ്ങോട്ടാണ് പോവാ? ബൈ പി ആൻഡ് എൽ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് കൊടുക്കേണ്ടത്? ബൈ പി ആൻഡ് എൽ എന്നാണ് കൊടുക്കേണ്ടത്. എക്സ്പെൻസ് ആണ്, ഇൻകം ആണ് എങ്കിൽ പറയാം 15th പറയാം. അപ്പോ എക്സ്പെൻസോ ഇൻകമോ ആണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ബൈ പി ആൻഡ് എൽ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? അസറ്റോ ലയബിലിറ്റിയോ ആണെങ്കിലാണ് ബാലൻസ് ടു ബാലൻസ് എന്ന് അല്ലെങ്കിൽ ബൈ ബാലൻസ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ. 15ാമത്തേത് ഒന്നുകൂടി പറയാണ്. എന്താണ് 15ാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഉണ്ടായിരുന്നത്. അതായത് ഇവര് ഫിക്സ് ആയിട്ട് ഇട്ടിരുന്ന ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവരുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കിടന്ന FD എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കറന്റ് അക്കൗണ്ടിലേക്ക്, അതായത് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിലേക്ക് പൈസ മാറ്റി എന്നാണ് പറയുന്നത്. അതായത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് കുറഞ്ഞിട്ട് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ് കൂടി, അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ടിൽ പൈസ കൂടി, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. ആരെ ഡെബിറ്റ് ചെയ്തു? നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഈ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടിയ 3000 വന്നപ്പോൾ. ക്ലിയർ ആണോ? ഫാത്തിമ ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പോ ഇന്ന് ഇത് തീർന്നിട്ടുണ്ട്. ഞാൻ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരാം. 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇന്നലെ തരാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും ഇന്നത്തെ ക്വസ്റ്റ്യനും കൂടി ഞാൻ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം കേട്ടോ. നാളെ കുറച്ച് സമയം കൂടുതൽ എടുത്ത് നമുക്ക് ഇന്നത്തെ കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.